സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അൻവറിന് കച്ചിത്തുരുമ്പാകുമ്പോൾ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ M സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനെടുത്ത തീരുമാനം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയുണ്ടായി. PV അൻവറെ എങ്ങനെയെങ്കിലും UDFിന്റെ ഭാഗമാക്കുവാൻ KC വേണുഗോപാലും ഒടിയൻ രമേശനും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അൻവറിന്റെ ക്രെഡിറ്റിലല്ല UDF നിലമ്പൂരിൽ വിജയിക്കേണ്ടുന്നത് എന്ന VD സതീശന്റെ ആ ഉറച്ച നിലപാടിനോടാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം പേരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അൻവറെ മുന്നണിയിൽ എടുക്കുവാനുള്ള ആ സാധ്യത മങ്ങി വരുമ്പോഴാണ് ഒരു കച്ചിത്തുരുമ്പെന്നോണം നിലമ്പൂരുകാരനായ M സ്വരാജ് LDF സ്ഥാനാർത്ഥിയാകുന്നത്. സ്വരാജ് മത്സരരംഗത്തേക്ക് കടന്നു വരുന്നതോടുകൂടി മത്സരം കടുക്കുമെന്നും ഈ സാഹചര്യത്തിൽ നിലമ്പൂരിൽ വിജയമുറപ്പിക്കണമെങ്കിൽ അൻവറെ പിണക്കാതെ UDF മുന്നണിയുടെ ഭാഗമാക്കണമെന്ന വാദവുമായി ഒടിയൻ രമേശനും KC വേണുഗോപാലും ഇതാണ് അവസരം എന്ന് കരുതി പണികൾ ശക്തമാക്കിയിരിക്കുകയാണ്. അൻവറും ഇതാണ് തൻ്റെ മുന്നണി പ്രവേശനത്തിനുള്ള മികച്ച അവസരമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിൻ്റെ വരവും PV അൻവറിൻ്റെ UDF പ്രവേശന സാധ്യതകളും ഞങ്ങളൊന്ന് വിലയിരുത്തുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് i2 ന്യൂസ് പൊളിറ്റിക്കൽ സെഗ്മെന്റ് എഡിറ്റർ S ഗോപകുമാറാണ്. ശ്രീ ഗോപകുമാർ, M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ PV അൻവറിന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയിരിക്കുകയാണോ? സ്വരാജിന്റെ വരവ് അൻവറിന് ഒരു കച്ചിത്തുരുമ്പാകുമോ? തീർച്ചയായിട്ടും സുനിൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് MV ഗോവിന്ദൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. നിലമ്പൂരിൽ ഒരു ഭയപ്പാടുമില്ലാതെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അതൊരു ഗംഭീരമായ തീരുമാനം. ആ തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. മാത്രമല്ല, സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ഉണ്ട്. സ്വരാജ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററാണ്. മാത്രമല്ല DYFIയുടെ ഒക്കെ അഖിലേന്ത്യാ നേതാവാകുന്ന ആളാണ്. ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കൂടാതെ നമ്മുടെ ഇവിടുത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അങ്ങനെയൊക്കെ പല നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല മുൻപ് അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചിട്ടുമുള്ള പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് സത്യത്തിൽ നിലമ്പൂരിൽ ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ വരവ് പാർട്ടിക്ക് ഗുണം ചെയ്യും. ഒപ്പം തന്നെ അവിടുത്തെ ഒരു ചൂടുണ്ട്, ഒരു തിരഞ്ഞെടുപ്പ് ചൂട്, അതിലേക്ക് എത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കറിയാം, ശക്തമായ മഴ പെയ്യുമ്പോഴും നമ്മൾ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും വളരെ ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിന് കളമൊരുങ്ങാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കളം ഒരുക്കിയെടുക്കുവാൻ CPMന് കഴിയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ. ഇതെങ്ങനെയാണ് അൻവറിന് നേട്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്രസക്തമാണ്, വളരെ കൃത്യമായ ചോദ്യമാണ്. കാരണം അൻവർ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ UDFന്റെ ഒരു ഭാഗമാകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആരുടെ കാലും നക്കിയും അകത്ത് കയറുക എന്നത് മാത്രമാണ് പുള്ളിയുടെ ലക്ഷ്യം. അതിനപ്പുറം ഒന്നും, അതിൽ കുറഞ്ഞതൊന്നും പുള്ളി ചിന്തിക്കുന്നില്ല. ഏറ്റവും അടിസ്ഥാനപരമായ പുള്ളിയുടെ ആവശ്യം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ അതിന്റെ ഒരു ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. ഒരു അഡ്രസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും. പക്ഷേ VD സതീശനെ പോലെ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾ ഈ അൻവറിന് അത്ര പെട്ടെന്ന് UDFിലേക്ക് എത്താൻ കഴിയാത്ത വണ്ണം തടസ്സമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നമ്മൾ കണ്ടതുമാണ്. നമ്മളും വാർത്തകളൊക്കെ അടക്കം പലതും കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് UDFിലേക്ക് ഇദ്ദേഹത്തിന് എങ്ങനെ കയറി ചെല്ലാം, അല്ലെങ്കിൽ അതിനൊരു പാത ഒരുക്കി കൊടുക്കാമെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വരാജിന്റെ വരവ്. അപ്പോൾ സ്വരാജ് അത്രത്തോളം ശക്തനാണ്. ആ ശക്തനായ സ്വരാജിനെ നേരിടണമെങ്കിൽ UDFിന്റെ ഷൗക്കത്ത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആകണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അൻവറിനെ പോലൊരു കീറാമുട്ടിയെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തോ വലിയ അപകടമാണ്, എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള തരത്തിലേക്ക് UDF ചിന്തിക്കുന്നു. സത്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ UDF ചിന്തിക്കുമ്പോൾ UDF മുസ്ലിം ലീഗിനെ വെച്ച് ഇന്ന് തന്നെ ഈ അൻവറുമായിട്ടൊരു ചർച്ച വരെ നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൊണ്ടുവരവാണ് ഇദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. സ്വരാജ് വന്നപ്പോൾ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് PV അൻവറിന് മാത്രമല്ല കച്ചിത്തുരുമ്പാകുന്നത്. അതായത് നമ്മുടെ ഉസ്മാൻ രമേശിനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും ഒക്കെ ഇതൊരു കച്ചിത്തുരുമ്പാകുകയാണ്. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരു പാനിക് സിറ്റുവേഷൻ, വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെ നേരിടണമെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് നമ്മുടെ മുന്നണിയോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി
അവരുടെ ഒരു അതായത് അവർ ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നിലപാടിനെ വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ സ്വരാജ് വന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഈസി വാക്കോടായിരുന്നിരിക്കാം, അത്തരത്തിലുണ്ടായിരുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ സ്വരാജിന്റെ വരവോടുകൂടി കുറച്ചുകൂടി സ്ട്രോങ് ആകുന്ന തരത്തിലേക്ക് മത്സരം എത്തുന്നത്. അതും എനിക്ക് തോന്നുന്നു CPM എടുത്ത ഏറ്റവും വലിയ ശക്തമായ ഒരു നിലപാടായിരുന്നു. ചിലപ്പോൾ ഭയപ്പാടില്ലാതെ എടുത്തൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ശക്തമായ ഒരു നിലപാടാണ്. കാരണം എനിക്ക് തോന്നുന്നു 1965 ആദ്യമായിട്ട് ഈ നിലമ്പൂർ മണ്ഡലം ഉണ്ടാകും രൂപീകൃതമാണ്. അതെ, ആ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി അവിടെ പരാജയപ്പെട്ട പാർട്ടിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിലമ്പൂർ മണ്ഡലം രൂപീകരിക്കുമ്പോൾ 1965-ലും 1967-ലെയും തിരഞ്ഞെടുപ്പുകളിൽ സഖാവ് കുഞ്ഞാലി എന്നറിയപ്പെടുന്ന കുഞ്ഞാലി അവിടെ വിജയിച്ച് മണ്ഡലമാണ്. അങ്ങനെ അത് മാത്രമല്ല അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയപ്പെടുന്ന നക്ഷത്രത്തിൽ മത്സരിച്ച മണ്ഡലമാണ്. UDFന്റെ പൊന്നാപുരം കോട്ടയിൽ ഒന്നും അങ്ങനെ വിശേഷിപ്പിക്കാനൊന്നും കഴിയില്ല. കാരണം അതിന് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് കുറെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ 1965 കഴിഞ്ഞ് 67 കഴിഞ്ഞ് അതിനുശേഷം വരുന്ന കാലഘട്ടത്തിൽ 69 മുതൽ ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ 68-ലൊക്കെ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു, കൊലപാതകമായിരുന്നു കുഞ്ഞാലിയുടെ. അതിനുശേഷം വരുന്ന കാലഘട്ടത്തിലൊക്കെ അന്ന് ആ കൊലപാതക കേസിലടക്കം ഈ ആര്യാടൻ മുഹമ്മദ് അടക്കം പ്രതിയാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ചരിത്രമാണ്. ആ ചരിത്രമായിട്ട് മുന്നിൽ കിടക്കുമ്പോഴും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ 1980, 82 കാലഘട്ടത്തിൽ 1980-ലും അതിനു മുമ്പുള്ള കാലഘട്ടം 70-ലും 77-ലും 72-ലും ഒക്കെ ഇവിടെ ശ്രീഹരിദാസും ഒപ്പം തന്നെ MP ഗംഗാധരൻ 3 പ്രാവശ്യം മത്സരിച്ച മണ്ഡലം, ശ്രീഹരിദാസ് 2 പ്രാവശ്യം മത്സരിച്ച മണ്ഡലം, അതിനുശേഷം ആര്യാടൻ മത്സരിച്ച മണ്ഡലം. 1980-ൽ ആര്യാടൻ മത്സരിക്കുക. അന്ന് ആര്യാടൻ മത്സരിക്കുന്നത് ആന്റണി ഗ്രൂപ്പുമായിട്ടാണ്. അന്ന് EK നയനാർ മന്ത്രിസഭയിൽ അദ്ദേഹം വനമന്ത്രി ആവുകയും ചെയ്തിരുന്നു. അന്ന് ഇടതുപക്ഷത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിത്വമാണ് ഈ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുമ്പോൾ ഈ കോൺഗ്രസിന്റെ വല്ലാത്ത മുഖമാണ്, ഇവർക്ക് മറ്റ് പ്രവർത്തന മേഖലകളൊന്നുമില്ല, അവർ സഞ്ചരിച്ച വഴി ഏക വഴിയായിരുന്നു എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇവരുമൊക്കെ വലതും ഇടതും ഒക്കെ ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ വന്നവർ തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അന്ന് 1980-ൽ അത് ഈ കോൺഗ്രസിനകത്തുള്ള അവരുടെ തമ്മിലടി കാരണം ആന്റണി അല്ലെങ്കിൽ കോൺഗ്രസ് U വിഭാഗം ഉണ്ടായിരുന്നു. ആ U വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അന്ന് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്നതും അന്ന് വിജയിക്കുന്നതും വനമന്ത്രിയാവുന്നതും ഒക്കെ. അതിനുശേഷത്തേക്ക് ചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് 82-ന് ശേഷം 87-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഏകദേശം 29ഓളം വർഷങ്ങളിൽ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ അതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ താങ്കൾ ചോദിച്ചതുപോലെ ഈ അൻവർ എന്ന് പറയപ്പെടുന്ന പ്രതിഭാസം എവിടുന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ പൊട്ടിമുറപ്പെട്ട ഒരു സാധനമാണ്. അല്ലാതെ അൻവറൊന്നും അവിടുത്തെ ഈ അടിസ്ഥാന കോൺഗ്രസിന്റെയോ അടിസ്ഥാന കമ്മ്യൂണിസ്റ്റിന്റെയോ ഒന്നും ഒരു വക്താവല്ലായിരുന്നു. കച്ചവടം ലക്ഷ്യമാക്കി എത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ്. ഇടതുപക്ഷം ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു സാധ്യത ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, കാരണം ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് കൊണ്ട് അപ്രകാരം ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ 3 മാസക്കാലമായി സ്വരാജിനെ നിലമ്പൂരിന്റെ ചുമതല കൊടുത്ത് വളരെ മെറ്റിക്കുലസായി അവർ ബേസിക് വർക്കുകളെല്ലാം തുടങ്ങിയിരുന്നു. അപ്പോഴും അവർ കൃത്യമായി അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു PV അൻവർ UDFന്റെ കൂട്ടിൽ തന്നെ ചെന്ന് കയറുമെന്ന്. അന്നേരം അവർ അതിനുവേണ്ടി കാത്തിരിക്കുന്ന പോലെയുള്ള ഒരു കാത്തിരിപ്പായിരുന്നില്ലേ അവർ ആദ്യമേ UDFന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരു അവസരം കൊടുത്തു. അവർ അതുപോലെ തന്നെ ഇന്ന് എന്തെങ്കിലും സംഭവിക്കും, അൻവറിന്റെ ഒരു UDF പ്രവേശനം ഇന്ന് സാധ്യമാകുമെന്ന് കരുതി അവർ ഇന്ന് തന്നെ അല്ലേ അവർ ഇന്ന് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ അത് M സ്വരാജിനെ തന്നെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അവർ വളരെ കാത്തിരുന്നു. താങ്കൾ പറഞ്ഞല്ലോ, കാത്തിരുന്ന ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം ഇത് 2024-ന്റെ അവസാന കാലങ്ങളിൽ, അവസാന മാസങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇടയുകയും അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്നും അദ്ദേഹം പെട്ടെന്ന് 2025 ജനുവരി മാസത്തിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ പോവുകയാണെന്നുള്ളത്. അതിനുശേഷമാണ് ഏകദേശം ഫെബ്രുവരി കൂടി തന്നെയാണ് സ്വരാജ് നിലമ്പൂരിലേക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ട് എത്തുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയാണെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എങ്കിൽ കൂടിയും അദ്ദേഹം അങ്ങനെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലകളിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെയാണ് PV അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്വീകരിക്കുന്ന എന്ത് നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങോട്ടാണ് ചായുന്നത്, എങ്ങോട്ടാണ് ചരിയുന്നത് എന്നതിനെ ആശ്രയിച്ചായിരുന്നു ഈ CPMന്റെ കളി എന്ന് പറയുന്നത്. സത്യത്തിൽ CPMന് അറിയാമായിരുന്നു ഈ നിലമ്പൂർ മുരി എന്ന് പറയപ്പെടുന്ന അൻവർ എന്ന് പറയപ്പെടുന്ന ഒരു മൊണ്ണയാണ്. ആ സാധനം എവിടെ നിന്നിരുന്നാലും ആ ഭാഗം ചാഞ്ഞു പോകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരെ ആ അടി ഇവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആ അടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ ലക്ഷ്യം, CPMന്റെ ലക്ഷ്യം
ഈ വരുന്ന അൻവറിനെ UDF-നകത്ത് തന്നെ ഭാഗവാക്കാക്കണമേ എന്നുള്ളതായിരുന്നു. അതെ. അതിന്റെ അവസാനത്തെ ശ്രമമായിരുന്നു ഇന്ന് ലീഗുമായിട്ട് ചേർന്ന് ചർച്ച നടത്തിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 11:30 മണിക്ക് ലീഗുമായിട്ട് ചർച്ച നടക്കുന്നു, 12:30 മണിക്ക് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയപ്പെടുന്നത് എന്തായാലും അൻവർ മറ്റൊരു വഴിയിലേക്ക് പോകില്ല, UDF-ന്റെ കൂടെ അവരുടെ കൂടെ അവർ തന്നെ അതിനെ ചുമന്നുകൊള്ളും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതോടുകൂടിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ശക്തനായ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെ സംഭവിച്ചത് അൻവറിന് തിരികെ ആ പാളയത്തിലേക്ക് അയാൾ എന്താണോ പ്രതീക്ഷിച്ചത്, അത് അനാഥമായി പോയേനെ, രാഷ്ട്രീയത്തിൽ തന്നെ അനാഥനായി പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ട അൻവറിന് ചിലപ്പോൾ ഒരു കച്ചിത്തുരുമ്പാകും UDF-ലേക്ക് നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലൊരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും UDF ക്യാമ്പും കോൺഗ്രസ്സുകാരും തീരുമാനിക്കുന്നത് സ്വരാജിനെ എതിർക്കണമെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം, മാത്രമല്ല ആ സ്ഥാനാർത്ഥിക്ക് ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ ഈ സമയത്തിന് അൻവറിനെ പോലൊരുത്തിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ അത് കോൺഗ്രസിന് ദോഷമുണ്ടാക്കും. കോൺഗ്രസിന്റെ അണികൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ ആയിരിക്കും. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്താനായിട്ടായിരുന്നു ഈ അൻവർ കാത്തിരുന്നത്. പക്ഷെ അത് നടത്തരുത് എന്നുള്ള ലീഗിലെ ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഇടപെടൽ മൂലം മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത്. കാരണം അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് അൻവറിന്റെ ഒരു സ്റ്റാറ്റസ് ആണ്, ഇന്നത്തെ ഒരു രീതി അതാണ്. കാരണം ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വ്യക്തിയാണ്, ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ എന്ത് വിളിച്ചു പറയും, ഏത് തരത്തിൽ വിളിച്ചു പറയും, ആരെ കുറിച്ച് വിളിച്ചു പറയും എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് പെട്ടെന്നൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലേക്ക് ഈ കോൺഗ്രസ് ഈ ഒരു നയം മയപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ VD സതീശൻ ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്വരാജിനെ തന്നെ ഇറക്കി ഒരു ഫൈറ്റ് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നത്. നമുക്കറിയാം ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം വളരെയേറെ നിർണായകമാണ്. കാരണം ഇത് നിലവിലുള്ള സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്സംശയം ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റും, ഇവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല. ഇത് വരാൻ പോകുന്ന ഒരു മൂന്നാം പിണറായി സർക്കാരിന്റെ അതിനുള്ള ജനങ്ങൾ നൽകിയ ഒരു ഗ്രീൻ സിഗ്നൽ ആണെന്ന് അവർക്ക് അവകാശപ്പെടാം. അന്നേരം അത്രയും വലിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ പാർട്ടിയെ നാണം കെടുത്തിയിട്ട് പോയ PV അൻവറിന് ഒരു ചുട്ട മറുപടി കൊടുക്കുകയും വേണം. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചിഹ്നത്തിൽ തന്നെ പാർട്ടിയുടെ പ്രമുഖ മുഖമായ ഒരു യുവ നേതാവിനെ തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവരെ സംബന്ധിച്ചിടത്തോളം നിർത്തുമ്പോൾ അവർ വളരെയേറെ ഒരു കോൺഫിഡൻ്റ് അല്ലേ, അവരുടെ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് അല്ലേ അത് കാണിക്കുന്നത്. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സ്വതന്ത്രനോ മറ്റോരോ ഏതെങ്കിലും ഒരു വളഞ്ഞ വഴിയിൽ നിർത്തുമായിരുന്നെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു. പക്ഷേ അവർ പ്രട്ടി കോൺഫിഡൻറ്റ് ദാറ്റ് ഞങ്ങൾക്ക് വേറെ ഒരു കൂട്ടുകെട്ടോ അലയൻസോ ഒന്നുമില്ലാതെ പാർട്ടി ചിഹ്നത്തിൽ ഞങ്ങൾ അന്തസ്സായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് അത് അവരുടെ ഒരു കോൺഫിഡൻസിനെ അല്ലേ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാട്രിക്കിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണ്. 2026 എത്തപ്പെടുമ്പോൾ ഒരു ഹാട്രിക്ക് നേടുക എന്നുള്ളതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു കേരളത്തിൽ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടക്കമായിരിക്കും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞ പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് ആണ് ഇവിടെ നിന്ന് ജയിക്കുന്നത്, ഒരു വിജയിയായി പ്രഖ്യാപിക്കുന്നത്, MLA ആയി മാറുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി വന്ന് ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും മോഹങ്ങൾ പാഴ്മോഹങ്ങളാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിലൊരു സമീപനമായിരിക്കും തിരി. താങ്കൾ പറഞ്ഞ ഒരു ആന്റി ഇൻകംബൻസി എന്നിവിടെ കാണത്തില്ല. കാരണം അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെ തകർക്കുവാൻ കഴിയുമായിരുന്നു. നമുക്കറിയാലോ, നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഒരു സ്ട്രാറ്റജി എന്താണ്, ജനങ്ങളുടെ മനസ്സിലെ പൾസ് എന്താണ്, അതറിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇതിനെ വിലയിരുത്തുന്നതും ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളത് മുന്നോട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പരാജയപ്പെടേണ്ടത് സ്വരാജായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മൂന്നാമതൊരു ഭരണം പിണറായി വിജയൻ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അഥവാ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് അൻവറിന്റെ മടങ്ങി വരവാണ് UDF-ലേക്ക്, അല്ലെങ്കിൽ അൻവറിന് ഒരു സ്ഥാനം കൊടുക്കലാണ്. ആ സ്ഥാനം കൊടുക്കുമ്പോൾ ഒരു അസംതൃപ്തരായ അസഹിഷ്ണുതയുള്ള ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ, മുസ്ലിം ലീഗിനുള്ളിൽ, യൂത്ത് ലീഗിനുള്ളിലൊക്കെ അത്തരത്തിൽ നിറഞ്ഞെടുക്കുന്ന അസംതൃപ്തരായ ഒരു വിഭാഗമുണ്ട്. അവരുടെ വോട്ട് കൊണ്ടായിരിക്കും സ്വരാജ് വിജയിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം UDF ഇതുപോലെ തന്നെ അൻവറിന് ഒരു അഭയം കൊടുക്കുമെന്നും അൻവർ UDF-ൽ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം കോൺഗ്രസ് പ്രവർത്തകരും
ആ പ്രസ്ഥാനത്തോട് തന്നെ വെറുപ്പായി ആ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുമെന്നും അവർ അമിതമായി വിശ്വസിക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് പിൻബലം? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നവരുടെ അസംതൃപ്തരായവരുടെ, അസഹിഷ്ണുത നിറഞ്ഞവരുടെ, യൂത്ത് ലീഗിന്റെ, യുവാക്കളുടേത്, യൂത്ത് കോൺഗ്രസ്സുകാരുടേത്, കോൺഗ്രസിനകത്തുള്ള അസംതൃപ്തരുടേത്, ഇവരുടെ എല്ലാം വോട്ട് ഷെയർ, ആ വോട്ട് ഷെയർ മാറി മറിഞ്ഞ് എൻ ബ്ലോക്കായിട്ട് വരണമെന്നില്ല, പക്ഷെ മാറി മറിഞ്ഞു വരുന്ന വോട്ടുകൾ സ്വരാജിന് ലഭിക്കുകയാണെങ്കിൽ, അതായത് പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനകത്തേക്ക് ലഭിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് സ്വരാജിനെ അവിടെ നിർത്തുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം, സ്വരാജിനൊരു ബലിയാടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗവുമായിട്ടും ഇത് കാണേണ്ടി വരും. കാരണം വളർന്നു വരുന്ന CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ വളരെ വളർന്നു വരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു സ്വരാജ് എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും. പക്ഷെ പലപ്പോഴും സ്വരാജിനെ വെട്ടിനിരത്തുന്ന ഒരു സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അത് പല കാലഘട്ടങ്ങളിൽ സ്വരാജ് സ്വീകരിച്ച ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. സ്വരാജിന്റെ ചില വാക്കുകൾ പലപ്പോഴും VS അച്യുതാനന്ദനെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പലവട്ടം അത് പ്രകടമാക്കിയിട്ടുണ്ട്. ആ പ്രകടമാക്കലുകളൊക്കെ സ്വരാജിന് പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലെ ഒരു ഭിന്നാഭിപ്രായത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലാണ്, അതായത് അസംതൃപ്തരായ ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു MLA ആകാം, അല്ലെങ്കിൽ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് അവിടെ നടത്താം എന്നുള്ള തരത്തിലേക്കാണ് ഇത് എത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിജയിക്കുകയാണെങ്കിൽ, സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ മൂന്നാമത് അവർക്കൊരു ഭരണം നേടിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇനി ഇതിന് കഞ്ഞിക്കലം കമഴ്ത്തി വെച്ചിട്ട് ഈ കോൺഗ്രസ് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, കോൺഗ്രസിന് മടങ്ങിപ്പോവാം. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു നേട്ടവും കൊയ്യാൻ കഴിയില്ല ഈ നിലമ്പൂരിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ആ ദിവസം നമ്മളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് നിലമ്പൂരിൽ ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുവാനുള്ള ഒരു സാധ്യതയായിരുന്നു നമ്മൾ പ്രവചിച്ചത്, പ്രൊവൈഡഡ് കോൺഗ്രസ്സുകാർ തന്നെ മറ്റു പാരവകൾ പണിതില്ലായെങ്കിൽ. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഉസ്മാൻ രമേശും KC വേണുഗോപാലും ഒക്കെ ഈ പറയുന്ന ഈ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ അമേധ്യത്തെ എടുത്ത് ആവശ്യമില്ലാതെ UDFന്റെ ഒരു പാർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ നടത്തിയ ആ ഒരു പ്രവചനത്തിന്റെ ഒരു നിലപാട് അല്ല സുനിൽ, അത് നമ്മൾ നടത്തിയ ആ ഒരു അവലോകനം വളരെ കൃത്യമായിരുന്നു. ചിലപ്പോൾ 15 അതിൽ മുകളിലോ പോകാം, അങ്ങനത്തെ സാധ്യതയുണ്ട്. 10 മുതൽ 18 വരെ 1000 വോട്ടുകൾക്ക് വരെ വിജയിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഷൗക്കത്ത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മണ്ഡലത്തിനൊരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് മുസ്ലിം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്, മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ്, മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു വലിയ മണ്ഡലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവരുടെ അധീനത്തിലുള്ള കുത്തക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമാണ്. കാരണം അങ്ങനെ വലിയ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവിടുത്തെ വിജയം എന്ന് പറയപ്പെടുന്നത് ഒരു 8,000 വോട്ട് മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 10,000 വോട്ടിലേക്ക് എത്തപ്പെടുന്ന തരത്തിലായിരുന്നു പലപ്പോഴും ഉണ്ടായിട്ടുള്ള. MP ഗംഗാധരൻ അടക്കമുള്ളവർ ജയിക്കുമ്പോൾ ഒക്കെ 7,000 വോട്ടൊക്കെ ആയിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത്. പലപ്പോഴും ഇദ്ദേഹത്തിന് തന്നെ, നമ്മുടെ ആര്യാടൻ മുഹമ്മദിന് തന്നെ 21 പോയിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 7,000 പോയിട്ടുണ്ട്, 5,000 വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ മാറി മറിയുന്ന കണക്കുകളൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്കാണ് പലപ്പോഴും ആര്യാടൻ മുഹമ്മദ് വിജയിക്കാറുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ 2026 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മൾ വിശകലനം ചെയ്യപ്പെട്ട 15,000 എന്ന് പറയുമ്പോൾ ഒരിക്കലും താഴ്ത്തി കിട്ടാൻ കഴിയുന്ന വോട്ടല്ല. കാരണം ആ 10,000-നും 15,000-ത്തിനടുത്ത് ഷൗക്കത്ത് തന്നെയാണ് വിജയിക്കേണ്ട സ്ഥാനാർത്ഥി. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ CPM പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ അവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുവാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഒരു ഫാക്ടറാണ്. അത്തരത്തിൽ വോട്ട് അവർക്ക് ലഭിക്കാം എന്ന് പറഞ്ഞിട്ട് വിജയിക്കാൻ കഴിയില്ല. പക്ഷേ പകരം അൻവറിനെ പോലുള്ള, താങ്കൾ പറഞ്ഞ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, ആ അൻവറിനെ പോലുള്ള ഒരു അമേധ്യത്തെ കൂടെ ഈ UDF-നൊപ്പം പാർട്ടാക്കി എടുക്കുന്നതിൽ UDF-നകത്ത്, കോൺഗ്രസിനകത്ത് വലിയൊരു ശതമാനം ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇയാളെ സ്വീകരിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള വോട്ടുകൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ വിജയം എന്ന് പറയപ്പെടുന്നത് പക്ഷേ കോൺഗ്രസിനെ കൈവിട്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ ആ രീതി വളരെ കറക്റ്റ് തന്നെയാണ്, കൃത്യം തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ 10,000-15,000 എന്ന് പറയപ്പെടുന്നത്, നമ്മളന്ന് അപ്പോഴും പറഞ്ഞല്ലോ, കോൺഗ്രസിലെ ആരെങ്കിലും കുതികാൽ വെട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് തന്നെ സംഭവിക്കും. ഇവിടെ ഇപ്പോൾ ഈ അൻവറിനെ കൂടി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ പറഞ്ഞ 10,000-ഓ 15,000-ഓ എന്ന് പറയുന്നതിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് പോയിക്കാം. കാരണം ഈ പറയുന്നവരുള്ള വലിയ ഭൂരിപക്ഷത്തിനായിരിക്കണം വിജയിക്കണമെന്നില്ല. ഭൂരിപക്ഷത്തിൽ ചിലപ്പോൾ കുറവുണ്ടായേക്കാം, പക്ഷേ വിജയിക്കുക അപ്പോഴും ചിലപ്പോൾ ഷൗക്കത്ത് തന്നെയായിരിക്കും. PV അൻവറെ UDF-ന്റെ ഒരു ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ UDF-ന് ഫേസ് ചെയ്യേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കാം? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഈ PV അൻവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നമ്മൾ ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അൻവർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി ആകുവാനുള്ള സാഹചര്യം ഒരുക്കിയത് അയാളാണ്. ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഈ നാറിയാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ നമ്മൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയത്? അത് അയാളുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ്. അപ്പോൾ അത് പറയുവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ 2025 ജനുവരി മാസത്തിലാണ് ഇയാൾ MLA സ്ഥാനം രാജിവെക്കുന്നത്. അതിനു മുമ്പ് ഒരു നവംബർ മാസത്തിലൊക്കെ ഈ ഒരു 6 മാസം മുമ്പ് വരെയും ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെയും LDFന്റെ നേട്ടങ്ങളെയും LDFിലെ മന്ത്രിമാരെയും എന്തിന് അതിനകത്തുള്ള സംസ്ഥാന സെക്രട്ടറിയെയും എല്ലാവരെയും വാതോരാതെ പുകഴ്ത്തുകയും, എന്നാൽ അതേസമയം ഈ ലീഗിലുള്ളവരെയും കോൺഗ്രസിലുള്ളയും UDFിനകത്തുള്ളയും അവരുടെ എല്ലാ നേതാക്കന്മാരെയും ആരെയൊക്കെ കൈ കിട്ടാമോ അവരെല്ലാം പലതരത്തിൽ തെറി വിളിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തൊരു നേതാവാണ് അൻവർ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടതും കേട്ടതും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പിണറായി വിജയനെ സ്വന്തം വാപ്പയോട് ഉപയോഗിച്ച ആളാണ് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കക്ഷി തന്നെയാണ് 6 മാസം കഴിയുമ്പോൾ പിണറായി വിജയനെ തള്ളി പറയുന്നത്. ലോകത്ത് ഇത്രയും വൃത്തികെട്ടവൻ വേറെ അല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പിണറായി വിജയനെ കുറിച്ച് പറയുന്നു. അജിത് കുമാറിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ആ DGP ആകേണ്ട ആളിനെ കുറിച്ചുള്ള ചില വാർത്തകൾ നിരത്തി അതിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. പിണറായി വിജയനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, LDF സർക്കാരിനെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നു. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുന്നതാണ്. ഇത് ഒരാളുടെ നിലപാടാണ്. ഇത്തരത്തിൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന അൻവറിനെ പോലുള്ളവരെ മറ്റൊരു പാർട്ടിയിലേക്ക് സ്വീകരിച്ചാൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള മൂളയെങ്കിലും ഈ പറയുന്ന UDFിലെ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഉണ്ടാകണ്ടേ? അത് മനസ്സിലാക്കാതെ അൻവറിനെ പോലെ ഒന്നുമല്ലാത്ത അൻവർ എന്തുകൊണ്ടാണ് അവിടെ ജയിച്ചത്? ഞാൻ ചോദിക്കട്ടെ, 2016 LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന അൻവർ വിജയിച്ചത് 11,574 വോട്ടുകൾക്കാണ്. ആ 11,574 വോട്ടുകൾക്ക് ജയിച്ച ആൾ കഴിഞ്ഞ വർഷം ജയിച്ച 2,796 വോട്ടുകൾക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വല്ലാത്ത അകലം ഉണ്ടാകുന്നുണ്ട്. അത് നേട്ടം കൊണ്ടാണോ കോട്ടം കൊണ്ടാണോ? ഒരാളെ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത്രയും അകലം ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതിയും നിലപാടുകളിലെ സൂക്ഷ്മതയില്ലായ്മയുമാണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ VD സതീശൻ എടുക്കുന്ന ഒരു നിലപാടുണ്ട്, ഇയാളെ കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കയറ്റാൻ കഴിയില്ല. പക്ഷെ അതേസമയത്തിന് VD സതീശൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും AICCയും പറയുകയാണ് ഇതിനകത്തൊരു അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാൻ ബാധ്യസ്ഥനാണ് VD സതീശൻ. കാരണം അദ്ദേഹം ഒരു ചുമതലക്കാരനാണ്. ആ ചുമതലയിലിരിക്കുമ്പോൾ അത് ചെയ്യേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത്, ഞാനിവിടെ ഈ VD സതീശനെ വെള്ളപൂശാനൊന്നും ഇരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെതിരെ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ അയാൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയപ്പെടുന്നത് PV അൻവറിനെ പോലൊരു അമേദ്യത്തിനെ ചുമക്കരുത് എന്ന് പറയപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2016ലെയും 2021ലെയും തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം കുറയുകയാണ്, കൂടുകയല്ല. അപ്പൊ അങ്ങനെ കൂടുകയും കുറയുക മാത്രം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ജനസ്വാധീനമുള്ള വ്യക്തിയാകുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഈ ആൾ ഈ പലതരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തിന് മുമ്പ് പിണറായി വിജയനെയും LDF സർക്കാരിനെയും ആ സർക്കാരിന്റെ നേട്ടങ്ങളെയും ഒക്കെ വാതോരാതെ പുകഴ്ത്തുകയും ഈ പറയുന്ന പിണറായി വിജയനെ വാപ്പ എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഇത് വാപ്പായ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ നടത്തുകയും ചെയ്തിട്ട് ഈ ഇന്ന് ഉച്ചയ്ക്ക് ലീഗ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയും സന്ധി സംഭാഷണം നടത്തുകയും ചെയ്യാൻ പോകുന്ന ഈ അൻവർ തന്നെയാണ് ഇതേ ലീഗ് നേതാക്കളെയും ഇതേ കോൺഗ്രസിലെ നേതാക്കളെയും ഒക്കെ പലതരത്തിലുള്ള തെറി വിളിച്ചത്. അപ്പൊ താവഴിത്തരമല്ലാത്ത പലതരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ച് അത്തരത്തിൽ സമീപനം സ്വീകരിച്ച ഇയാളെ ഇനി UDFന്റെ ഭാഗമാക്കുമ്പോൾ LDF പറയാൻ പോകുന്നത് നിങ്ങൾ എന്താണ് എന്ന്, ഇവൻ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ചവിട്ടി പുറത്താക്കിയതാണ് അവനെ, ഇനി നിങ്ങൾ സ്വീകരിച്ചോളൂന്നല്ല. അവർക്ക് ഈ അൻവർ എന്ന് പറയപ്പെടുന്നത് ഒരാളെ അല്ല, അല്ലെങ്കിൽ ഒരു എതിരാളിയെ അല്ല എന്നുള്ള രീതിയിലാണ് സ്വരാജിനെ നിർത്തി മത്സരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. അവർ ഒരിക്കലും ഈ അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്ത UDF ആണ്, കോൺഗ്രസ്സാണ്. കോൺഗ്രസിലെ ഈ തമ്പിലടി ഇത്തരത്തിലേക്ക് വിഷയങ്ങളിലേക്ക് ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച 1-2 പേർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഉസ്മാൻ രമേശ്, മറ്റൊന്ന് KC വേണുഗോപാൽ, മറ്റൊന്ന് K സുധാകരൻ, ഇവരെല്ലാം അവരുടെ അവസരങ്ങൾക്കനുസരിച്ചിട്ട് കോൺഗ്രസിനകത്തു നിന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ് ഈ അൻവറിനെ പോലുള്ളവനെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നുള്ള. ഇന്നലെ വരെയും രമേശ് ചെന്നിത്തല നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സമീപനങ്ങളായിരുന്നു. ഇയാളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അത് പരാജയപ്പെട്ടു. അല്ല, അതിനെ അനുകൂലിക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ പാർട്ടിയെ അത്തരത്തിൽ പ്രഷറൈസ് ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയത്. അതെ. അപ്പൊ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് UDFിലെ നേതാക്കളായിരുന്നു. പക്ഷെ അവർ അത്തരത്തിലല്ല, അവർ ഭയപ്പാടോടുകൂടിയാണ് അൻവറിനെ കാണുന്നത്. അൻവർ പുറത്തിറങ്ങിയാൽ ആർക്കെതിരെയെങ്കിലും പറയും. അപ്പൊ ആർക്കെതിരെയെങ്കിലൊക്കെ പറയാൻ പാകത്തിന് നേതാക്കന്മാരുള്ളത് കൊണ്ടാണല്ലോ അവർ ഭയപ്പെടുന്നത്. അത്തരത്തിൽ അൻവർ ഭയപ്പെടുത്തി പറയുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഹൈജാക്ക് മോഡൽ രീതിയിലേക്ക് എത്തപ്പെടും.
ഒരു പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് ആ പാർട്ടി അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ അടുത്ത ദിവസം ഞാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഒരു ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് നടത്തി ആണ് ഇദ്ദേഹം ഒരു പ്രവേശനം സാധ്യമാകാൻ ശ്രമിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളെ കുറിച്ച് എന്തും പറഞ്ഞു കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ തന്ത്രം ഉപയോഗിച്ച് ഒരു പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ നടത്തുന്ന ഒരു ശ്രമം നടത്തുന്ന വ്യക്തിയെ അണികൾ മനസ്സിലാക്കും. ഈ നേതാക്കൾ മനസ്സിലാക്കില്ലെങ്കിലും അണികൾ മനസ്സിലാക്കും. അപ്പോൾ അണികൾക്ക് അത്തരത്തിൽ ഈ അൻവറിനെ പോലുള്ള ഈ കുൽസിത പ്രവർത്തകരെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർ ആ പാർട്ടിയിലുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ അവർ തയ്യാറായിരിക്കും. അങ്ങനെ അണികൾ തയ്യാറായാൽ ഷൗക്കത്തിന് അതൊരു ഷോക്കായിട്ട് മാറും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം. ചുരുക്കം പറഞ്ഞാൽ ഈ സ്വരാജിന്റെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ PV അൻവറിനും അതുപോലെ തന്നെ UDF-ലെ ചില ഉപജാപക വൃന്ദത്തിനും അതൊരു കച്ചിത്തുറുമ്പായി മാറിയിരിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ ഹിജടയ്ക്ക് അഭയം നൽകുന്നതിലൂടെ UDF-നെ ശിഥിലമാക്കുകയും അവരുടെ വിജയസാധ്യത കുറയ്ക്കുകയും ചെയ്യാനേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.